ഹലോ മച്ചന്മാരെ, വീട്ടിലുള്ള സാധനം കൊണ്ട് മാത്രം നമുക്ക് പപ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം വേണ്ട മസാല ഏരിയൊക്കെ ഇട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ബാക്കി വന്നിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ പുഴുങ്ങി പകുതിയാക്കി വെച്ചിരിക്കുന്ന മുട്ട അതിൽ വറുത്ത് വറുത്തെടുക്കണം. അപ്പോൾ പാൻ ചൂടായി മുട്ടയെല്ലാം പറക്കി ഉടയാത്ത രീതിയിൽ അടുക്കി വെച്ചതിന് ശേഷം നല്ലോണം വറുത്ത് അതുപോലെ അപ്പുറ സൈഡോടെ അതുപോലെ വറുത്ത് നമ്മുടെ പ്ലേറ്റിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഒന്ന് ആറാൻ ഞാൻ മാറ്റി വെച്ചു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ പൊറോട്ട എടുത്ത് രണ്ടായിട്ട് കീറിയെടുക്കണം. നിങ്ങൾക്ക് ഡിസൈൻ വേണമെങ്കിൽ പൊറോട്ടയുടെ സർക്കിൾ മാറ്റി ചതുരത്തിലാക്കി എടുക്കണം. എനിക്കിപ്പോൾ ഡിസൈൻ വേണ്ട, സാധനം വേസ്റ്റേജ് വരാതിരിക്കാൻ വേണ്ടി പകുതി കീറി എല്ലാം മാറ്റി വെച്ചു. അപ്പോൾ ഇത് ഇച്ചിരി സ്റ്റിഫായിരിക്കുന്നുണ്ട്, ഓവനിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്ലെക്സിബിൾ ആക്കി എടുത്തു. അതിനുശേഷം നമ്മുടെ ഫില്ലിങ്സ് നിറയ്ക്കുന്നു. സാധാരണ നമ്മൾ വീട്ടിൽ അല്ലെങ്കിൽ ഷോപ്പിലൊക്കെ ചെയ്യുന്ന പോലെ മുട്ടയുടെ പകുതി വെക്കുന്നു, അതേപോലെ അടച്ച് അതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് അടച്ചു വെക്കുന്നു. ഇതേ സമയം എല്ലാം പീസും ഇതുപോലെ വെച്ച് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി. അതുപോലെ തന്നെ ഒരു മുട്ട ബൗളിലേക്ക് എടുത്ത് പൊട്ടിച്ചൊഴിക്കുക. നല്ലോണം